ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ മെഹന്തിയെ കണ്ടപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലെല്ലാം ഫോളോ ചെയ്യുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇന്ന് മെയ് 8 എൻ്റെ എൻഗേജ്മെൻ്റ് ആണ്. അപ്പോൾ ഇപ്പം രാവിലെ സമയം 6:30 ആയിട്ടേ ഉള്ളൂ. ഞങ്ങൾക്ക് അമ്പലത്തിൽ ഒരു ചെറിയൊരു ചടങ്ങുണ്ട്. നമ്മളോട് സലാലയിലായതുകൊണ്ടും നമുക്ക് വൈകിട്ട് റിംഗ് എക്സ്ചേഞ്ച് നടത്താൻ പറ്റാത്തത് കൊണ്ടും നമ്മൾ അമ്പലത്തിൽ വെച്ചിട്ട് ഒരു റിംഗ് എക്സ്ചേഞ്ച് നടത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ് ഈ വീഡിയോ. അപ്പം ഒരുങ്ങിയാലോ? ഒരുങ്ങാൻ പറഞ്ഞാൽ ഡയറക്റ്റ് മേക്കപ്പിലോട്ട് കിടക്കുകയല്ല, ഫ്രം സ്കിൻ കെയർ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ, ഞാൻ ഓവർനൈറ്റ് ഒരു ഷീറ്റ് മാസ്ക് ഇട്ടായിരുന്നു. ബയോഡാൻസ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ, അത് കൊറിയൻ ബ്രാൻഡാണ്. അതിൻ്റെ കൊളാജൻ ഷീറ്റ് മാസ്ക്. ഇറ്റ് ഈസ് ദ ബെസ്റ്റ് വൺ. ട്രസ്റ്റ് മീ ഗൈസ്, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി. ഇറ്റ്സ് സോ ഗുഡ്. കാരണം അത് ആദ്യം നമ്മൾ ഇടുന്ന സമയത്ത് വൈറ്റ് കളറാണ്. പിന്നെ ഓവർനൈറ്റ് ഇട്ട് കഴിയുമ്പോൾ നമ്മൾ രാവിലെ എണീക്കുന്ന സമയത്ത് ഇറ്റ് വിൽ ബി ഓൾ ട്രാൻസ്പെറൻറ്റ്. ആൻഡ് അത് മാറ്റുമ്പോൾ ഉള്ളൊരു ഗ്ലോ, ഓ മൈ ഗോഡ്, യു ക്യാൻ സീ, ഐ ഗെസ് യു ക്യാൻ സീ. ഇത് തൂത്താ പോകുന്ന ഗ്ലോ അല്ല, ഇറ്റ്സ് മൈ നാച്ചുറൽ ഗ്ലോ. ഐ ലവ് ദറ്റ് മാസ്ക്. ഞാൻ ആകെ 2 മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാൻ ഒരെണ്ണം ട്രയലായിട്ടും ഞാൻ യൂസ് ചെയ്തു, ഒരെണ്ണം ഇന്നലെ രാത്രിയും ഞാൻ യൂസ് ചെയ്തു. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ, ഈ പഫ്ഡ് ഫേസ് ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് നോർമൽ ഐസ് വാട്ടറിൽ ഫേസ് ഒന്ന് എന്താ പറയുക, മുക്കി പൊക്കി എടുക്കുകയാണ്. ഓക്കെയാ. അപ്പം ഞാൻ എൻ്റെ ഐസ് വാട്ടർ ഇവിടെ എടുത്തിട്ടുണ്ട്. ഐസൊക്കെ അലിഞ്ഞു പോയി, എന്നാലും കുഴപ്പമില്ല, വെള്ളത്തിന് നല്ല തണുപ്പുണ്ട്. അപ്പോൾ ചെയ്താലോ? ഞാൻ ഇങ്ങനെ നോക്കാൻ നോക്കിയപ്പോൾ എൻ്റെ മൂക്കിൽ ആദ്യം വെള്ളം കയറിയത്. നീ പറ്റുന്നില്ല, സൈഡ് വൈസ് തന്നെ നമുക്ക് ചെയ്യാം. ഒരു 3-4 ടൈംസ് ചെയ്യാം. അപ്പോൾ ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. തുടച്ചിട്ട് വരാം. ഞാൻ എന്താ തുടച്ച് വന്നിട്ടുണ്ട്. നിങ്ങൾ പറയൂ, പഫിനെസ് പോയോ? എനിക്ക് പഫിനെസ് പോയോ എന്ന് എനിക്കറിയില്ല. ബട്ട് ഐ ഫീൽ സോ ഫ്രഷ്. നല്ലൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട് ഫേസിനാണെങ്കിൽ. ഒരു ഉണർവ്, ആ ഒരു ഉറക്കം തൂങ്ങി നിൽക്കുന്ന ആ ഒരു ഫീൽ അങ്ങ് പോയി കിട്ടി. നല്ലൊരു ഉണർവ് ഫീൽ ചെയ്യുന്നുണ്ട്. കൊള്ളാം കേട്ടോ സംഭവം. അപ്പോൾ നമുക്കിനി മേൽ കഴുകിയിട്ട് വരാം. ഞാൻ ഇന്നലെ രാത്രി തല കുളിച്ചു. രാത്രി എപ്പോഴാണ് 12 മണി എങ്ങാണ്ടായപ്പോഴാണ് തല കുളിച്ച്. എന്നിട്ട് ഹെയർ ഡ്രയർ ഇട്ട് ഉണക്കിയിട്ട് കയറി കിടന്ന് ഉറങ്ങിയതാണ്. അപ്പോൾ മേൽ കഴുകിയിട്ട് വരാം. യെസ് ഗൈസ്, അപ്പോൾ ഞാൻ മേൽ കഴുകി വന്നിട്ടുണ്ട്. ഇതാണ് എൻ്റെ ബ്ലൗസ്. കോളറുള്ള ബ്ലൗസാണ്. ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് റെഡിമെയ്ഡ് എടുത്ത ബ്ലൗസാണ്. അപ്പോൾ ഈ ഒരു നല്ല ഗ്രീൻ കളറാണ് ബ്ലൗസ്. ഞാൻ സെറ്റും കൊണ്ടാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ സ്കിൻ കെയറിലോട്ട് കടന്നാലോ? ആദ്യം തന്നെ എൻ്റെ സ്കിന്നിപ്പം നല്ല എന്താ പറയുക, ബ്രേക്ക്ഔട്ട്സും ആക്നെയും ഒക്കെ വരുന്ന സ്കിന്നാണിപ്പം. അതുകൊണ്ട് തന്നെ പിമ്പിൾ മാർക്സും ഒക്കെ ഉണ്ട്, പണ്ടത്തെ പോലെയല്ല. അപ്പോൾ ഞാൻ പ്രോഡക്ട്സും കുറച്ച് അതിനനുസരിച്ച് ചേഞ്ച് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്ന ടോണറായിട്ട് മിനിമലിസ്റ്റിൻ്റെ HOCL സ്കിൻ പ്യൂരിഫൈങ് സ്പ്രേ ആണ് ഞാൻ ടോണറായിട്ട് യൂസ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് അബ്സോർബായി. നെക്സ്റ്റ് വന്നിട്ട് മിനിമലിസ്റ്റിൻ്റെ തന്നെ സാലിസിലിക് ആസിഡ്, 2% സാലിസിലിക് ആസിഡ് ഫേസ് സിറമാണ്. ആൻറ്റി ആക്നെ സിറമാണ്. അതിൻ്റെ ഇടയ്ക്ക് അമ്മ ചായ കൊണ്ടുവന്നു. അപ്പോൾ പിന്നെ അതും കൂടെ ഇടയ്ക്ക് സിപ്പ് ചെയ്യാം. ചൂടോടെ കുടിച്ചാലല്ലേ ചായക്കൊരു സുഖമുള്ളൂ. നല്ല ചായ. അടുത്തത് ഡോട്ട് ആൻഡ് കീയുടെ 72 hour ഹൈഡ്രേറ്റിംഗ് ജെൽ മോയ്സ്ചറൈസർ. ഇത് എൻ്റെ നെയിൽസ് കണ്ടോ? ഇത് ഫേക്ക് നെയിൽസ് ആണ് കേട്ടോ. ഇത് ഫേക്ക് നെയിൽസ് ആണ്. ആൻഡ് ദിസ് ഇസ് റിയൽ വൺ. ഇത് റിയൽ നെയിൽസ് ആണ്. അപ്പം ഞാൻ
ഫേക്ക് നെയിൽസ് മേടിച്ച കളറ് ഇതിൻ്റെ ലൈറ്റർ ഷെയ്ഡാണ്. പിന്നെ വെച്ചപ്പോൾ വലിയ വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഫോട്ടോസിലൊക്കെ അറിഞ്ഞെങ്കിലോ എന്ന് വിചാരിച്ച് ഞാൻ ഈ കയ്യിലിട്ട നെയിൽ പോളിഷ് ഇതിലൊന്നും ഇട്ടതാണ്. സൂപ്പർ. അടുത്തതായിട്ട് ഒട്ടും സ്കിപ്പ് ചെയ്യാൻ പറ്റാത്ത സൺസ്ക്രീൻ. അക്വാലോജിക്കാൻ്റെ D10+ 2E സൺസ്ക്രീനാണ്. ഇതും തീരാറായി. ഓക്കെ, ഇതോടുകൂടി സ്കിൻ കെയർ തീർന്നിരിക്കുന്നു. ഇനി പതുക്കെ മേക്കപ്പിലോട്ട് കടക്കാം. വിൽ സ്റ്റാർട്ട് വിത്ത് പ്രൈമർ. പ്രൈമറായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന റെനയുടെ എവറിഡേ മാറ്റിഫൈങ് പ്രൈമറാണ്. ഗ്ലോയി സ്കിൻ വേണ്ടവർക്ക് ഗ്ലോയി പ്രൈമർ, ഡ്യൂയി പ്രൈമർ എടുക്കാം. ഞാൻ മാറ്റ് പ്രൈമർ എടുത്തു. ഓക്കെ, നെക്സ്റ്റ് ഇനി നമുക്ക് കളർ കറക്ഷനിലോട്ട് കിടക്കാം. എനിക്ക് നല്ല രീതിക്ക് ഡാർക്ക് സർക്കിൾസ് ഉണ്ട്, പിമ്പിൾ മാർക്സ് ഉണ്ട്, പിന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറുതായിട്ട് പിഗ്മെൻറ്റേഷൻ ഉണ്ട്. അപ്പോൾ അതെല്ലാം നമുക്കൊന്ന് മാറ്റാം. മാറ്റുന്നതെന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ ഇൻസൈറ്റിൻ്റെ പ്രോ കൺസീലർ പാലറ്റാണ്. ഭയങ്കര അഫോർഡബിൾ റേറ്റിലാണ് ഇൻസൈറ്റിൻ്റെ പ്രോഡക്ട്സ് കിട്ടുന്നത്. ആൻഡ് എല്ലാം തന്നെ ഇൻസൈറ്റിൻ്റെ പല പ്രോഡക്ട്സ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. എല്ലാം തന്നെ സൂപ്പർ അഫോർഡബിൾ ആൻഡ് അടിപൊളി പ്രോഡക്ട്സാണ്, നല്ല രസമുള്ള പ്രോഡക്ട്സാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഏതൊക്കെ ഷെയ്ഡ് യൂസ് ചെയ്യുന്നതാണ്, ഞാൻ മിക്കപ്പോഴും ഓൾമോസ്റ്റ് എല്ലാ ഷെയ്ഡും മിക്സ് ചെയ്ത് ഈ ഒരു പീച്ച് ഒഴിച്ച് ബാക്കിയെല്ലാം യൂസ് ചെയ്യാറുണ്ട്. പാലറ്റ് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ. സോ ആദ്യം ഡാർക്ക് സർക്കിൾസ് മാറ്റണം, പിമ്പിൾസ് ആദ്യം നമുക്കത് മറിച്ച് നോക്കാം. അപ്പോൾ അതിലത്തെ ഏറ്റവും ഡാർക്കസ്റ്റ് ഷെയ്ഡ്, അതായത് ഈ ഒരു ഓറഞ്ചിനോട് ചേർന്ന ഈ ഒരു ഷെയ്ഡ്, അത് ഞാനിത് മാഴ്സിൻ്റെ ഈ ഒരു ആംഗുലാർ ബ്രഷാണ് കേട്ടോ എടുത്തേക്കുന്നത്, BRF09. ഈ ഒരു ഷെയ്ഡ് എടുക്കുന്നുണ്ട്. ഇത് ബിൽഡബിൾ കവറേജ് ആണ് കേട്ടോ. സോ എത്രയും ഇടണം, എങ്ങനെ കവർ ചെയ്യണം എന്നുള്ളതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്. അണ്ടർ ഐസിന് ഞാൻ ഓറഞ്ച് ഷെയ്ഡാണ് ആദ്യം എടുക്കുന്നത്. See the difference. ഞാനിപ്പം ഈ ഒറ്റ ബ്രഷ് കൊണ്ട് തന്നെ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഓറഞ്ചിഷ് ആയിട്ടിരിക്കുന്നതെല്ലാം ഞാനൊന്ന് ന്യൂട്രലൈസ് ചെയ്തിട്ടുണ്ട്. ഇവിടൊക്കെയും കുറച്ച് പിഗ്മെൻറ്റേഷൻ ഉണ്ടായിരുന്നു, അവിടെയൊക്കെയും കുറച്ചിട്ടിട്ട് ഫുള്ളി ഒന്ന് ഞാൻ ന്യൂട്രലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഡയറക്റ്റ് ഇടുന്ന ഫൗണ്ടേഷനാണ്. ഞാൻ ഇന്നിടാൻ ഉദ്ദേശിക്കുന്നത്, ഐ ഹോപ്പ് ഇറ്റ്സ് ഓക്കെ, നന്നായിട്ട് വരുമെന്ന് വിചാരിക്കുന്നു, മേബലീൻ്റെ ഡ്രീം സാറ്റിൻ ലിക്വിഡ് ഷെയ്ഡ് ഏതാണോ, 41 വാം ബേജ്, ആ ഒരു ഷെയ്ഡും ടോപ്പ് ഫേസിൻ്റെ BB സ്കിൻ എഡിറ്റർ മാറ്റ് ഫിനിഷ്. ഇതിൻ്റെയൊക്കെ ആത്മാവ് കണ്ടു, അത്രയ്ക്ക് ഞാൻ യൂസ് ചെയ്തു. ഇത് എന്താണ്, ഒരു BB ക്രീം എഫക്റ്റാണ്. അപ്പോൾ നമ്മൾ ഒത്തിരി ഹൈ കവറേജ് പ്രതീക്ഷിച്ച് ഇതാരും മേടിക്കണ്ട. ബട്ട് നമുക്കൊരു എവിടെയെങ്കിലുമൊക്കെ ജസ്റ്റ് ഒന്ന് സ്റ്റെപ്പ് ഔട്ട് ചെയ്യുവാണെങ്കിൽ ദിസ് ഇസ് മൈ ഗോ ടു പ്രോഡക്റ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായത്. സോ ഇതെൻ്റെ മൂന്നാമത്തെ ഇതാണ്. ബാക്കിയൊക്കെ സോ നമുക്ക് ഈ രണ്ട് ഫൗണ്ടേഷൻസ് ഒന്ന് മിക്സ് ചെയ്തിട്ട് വളരെ ലൈറ്റായിട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഞാൻ ഫൗണ്ടേഷൻ ഇങ്ങനെ ഒന്ന് ചെയ്തിട്ടുണ്ട്. ബ്യൂട്ടി ബ്ലെൻഡർ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ പിന്നെ കൺസീലറും കൂടി ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് വിടാണ്. ഞാൻ കൺസീലർ ഇവിടെ എടുത്തേക്കുന്ന ഫേസസ് കാനഡയുടെ കൺസീലറാണ്, ഹൈ കവറേജ് കൺസീലർ ഇൻ ഷെയ്ഡ് 3 കാരമൽ ക്രഞ്ച്. അപ്പോൾ ഞാൻ ഇത് ഷെയ്ഡ് കുറച്ച് ലൈറ്ററായിപ്പോയി ഞാൻ എടുത്തത്, ഭയങ്കര ലൈറ്റായിപ്പോയി. സോ ഞാൻ കുറച്ച് അപ്ലൈ ചെയ്യുന്നുള്ളൂ. ഞാനിതൊന്ന് ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് മൈഗ്ലാമിൻ്റെ സെറ്റിംഗ് സ്പ്രേ ആണ്. ഇതത്ര വർക്ക് ആവുന്നുണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റില്ല കേട്ടോ. ഞാനതുകൊണ്ട് ഇപ്പം സെറ്റിംഗ് സ്പ്രേ ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ മാത്രമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ബ്രഷസിലും ഫേസിലും ഒക്കെ ബ്യൂട്ടി സ്പഞ്ച് വെച്ചിട്ടാണെങ്കിൽ ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്യും. ഇനി കൺസീലറാണ് എനിക്ക് ബ്രഷ് വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ബ്രഷിൽ സ്പ്രേ ചെയ്ത് കൊടുക്കും. സോ എനിക്ക് പ്രോഡക്റ്റ് അത്രയ്ക്ക് വർക്കിംഗ് ആയിട്ട് തോന്നിയിട്ടില്ല.
നമുക്കൊന്ന് അപ്ലൈ ചെയ്യാം കേട്ടോ. ഓക്കെ, സോ നമുക്ക് ബ്ലെൻഡ് ചെയ്യാം. ആദ്യം ഞാൻ ഫൗണ്ടേഷനാണ് ബ്ലെൻഡ് ചെയ്യുന്നത്. സോ മുമ്പ് ബ്ലെൻഡ് ആയില്ലായിരുന്നു. ഞാൻ കണ്ണാടിച്ച് നോക്കിയപ്പോഴാണ് അവിടെ ഇവിടെയൊക്കെ പാച്ചസ് പോലെ ഉണ്ടത്. അപ്പോൾ ഞാൻ ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഞാൻ ഐബ്രോസ് ഫില്ല് ചെയ്യാൻ പോവാണ്. ഞാനിപ്പോൾ പൗഡർ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ, സെറ്റിംഗ് പൗഡർ ഒന്നും ഇട്ടിട്ടില്ല, കോമ്പാക്റ്റ് ഒന്നുമില്ല. അപ്പോൾ ഞാൻ ഐബ്രോസ് ഒന്ന് സെറ്റ് ചെയ്യാൻ പോവാണ്. ഞാൻ കുറേ നാളായിട്ട് എൻ്റെ ഒരു ഐബ്രോ പെൻസിൽ, ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരാം, അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. സോ എൻ്റെ ബാക്ക് സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇവിടെ റാണിയ കോസ്മെറ്റിക്സ് എന്ന് ടോപ്പ് ഫേസിൻ്റെ ഒരു ഐബ്രോ പെൻസിൽ മേടിച്ചു. ഒരു ഗ്രേ കളർ, എൻ്റെ പിരിയം ഗ്രേ കളർ ആയതുകൊണ്ട് ഞാൻ ഐബ്രോ പെൻസിൽ ഗ്രേ കളറാണ് മേടിച്ചത്. ആൻഡ് ദാറ്റ് ബിക്കെയിം മൈ ആബ്സല്യൂട്ട് ഒബ്സഷൻ. എനിക്ക് വേറെ ഒരു ബ്രാൻഡിൻ്റെ ഐബ്രോ പെൻസിൽ സെറ്റ് ആവുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ എൻ്റെ ഐബ്രോ പെൻസിൽ ഒരു ഇത്രയും കൂടെ ബാക്കിയുണ്ടായിരുന്നപ്പോൾ ഞാൻ റാണിയിൽ പോയി. ബട്ട് ഗ്രേ കളർ ഉണ്ടായിരുന്നില്ല. ഞാൻ പിന്നെയും ഒരു 4-5 പ്രാവശ്യമൊക്കെ ഞാൻ പോയി. ഗ്രേ കളർ എനിക്ക് കിട്ടുന്നേ ഉണ്ടായിരുന്നില്ല. ആൻഡ് ഞാൻ പിന്നെ നാട്ടിൽ പോയപ്പോൾ എനിക്കെൻ്റെ വല്യമ്മ ബ്ലാക്ക് കളർ മാഴ്സിൻ്റെ ഒരു ഐബ്രോ പെൻസിൽ തന്നു. വല്യമ്മയ്ക്ക് അത് വേണ്ട പറഞ്ഞിട്ട്. അപ്പം ഞാൻ അത് വളരെ ലൈറ്റായിട്ട് എഴുതിയിട്ട് ഞാൻ അതിൻ്റെ ബ്രഷ് വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്യായിരുന്നു ചെയ്തിരുന്നത്. ബട്ട് എനിക്ക് അതിൻ്റെ ഡാർക്ക് ഷെയ്ഡ് എനിക്ക് ഇഷ്ടമാവുന്നുണ്ടായിരുന്നില്ല. ആൻഡ് ഡു യു വാണ്ട് ടു സീ the situation of my grey eyebrow pencil? അടപ്പ് മാത്രമേ ശരി കാണുന്നുള്ളൂ. തുറക്കണമെങ്കിൽ ഇത്രേ ഉള്ളൂ സാധനം. ഇത് വെച്ചിട്ട് ഞാൻ കുറേ നാളായിട്ട് ഓടിക്കായിരുന്നു. ഇന്നലെ ഞാൻ നെയിൽ പോളിഷ് മേടിക്കാൻ വേണ്ടി വീണ്ടും റാണിയിൽ പോയി. ആൻഡ് ഫൈനലി ഗോട്ട് ഇറ്റ്. സീ ഗൈസ്, എ ബ്രാൻഡ് ന്യൂ വൺ. സെയിം സാധനം തന്നെ എനിക്ക് കിട്ടി. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. നല്ല നല്ല ഭംഗിയായിട്ട് ഇത് ബ്ലെൻഡ് ആവുന്നുണ്ട്. സോ ദിസ് ഇസ് മൈ അബ്സല്യൂട്ട് ഫേവറേറ്റ്. സോ നമുക്ക് ഐബ്രോസ് ഫില്ല് ചെയ്താലോ. ഞാൻ എൻ്റെ കോമ്പാക്റ്റിൻ്റെ എടുത്തിട്ടുണ്ട്. എനിക്ക് മിറർ എനിക്ക് എപ്പോഴും അങ്ങോട്ട് പോകാൻ വയ്യ, അതുകൊണ്ടാണ് ലൈറ്റായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഞാൻ ഫേസ് സെറ്റ് ചെയ്യുന്നത് നോർമൽ ടാൽക്കം പൗഡർ വെച്ചിട്ടാണ് കേട്ടോ. എനിക്ക് മറ്റേ ബനാന പൗഡർ അതൊന്നും എനിക്ക് സെറ്റ് ആവുന്നില്ല. കാരണം അതൊക്കെ എനിക്ക് ഭയങ്കര കേക്കി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ നോർമൽ ടാൽക്കം പൗഡർ വെച്ചിട്ട് ഞാൻ ഒന്ന് സെറ്റ് ചെയ്യുന്നുണ്ട് ഫേസ്. എനിക്ക് അണ്ടർ ഐസ് ആണ് ഏറ്റവും മെയിനായിട്ട് സെറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഞാൻ ഇപ്പം എൻ്റെ ഫേസ് പൗഡർ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ ഒരു പാലറ്റ്, ഐ ഷാഡോ പാലറ്റ് എടുത്തിട്ട് ഒരു ന്യൂഡ് ഷെയ്ഡും, ഇതിൽ ഞാൻ ഈ സീക്രറ്റ് എന്ന് പറഞ്ഞ ഷെയ്ഡും ഈ ചെടി എന്ന് പറഞ്ഞ ഷെയ്ഡോട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് വളരെ ലൈറ്റായിട്ട് ഐ ഷാഡോ ഇടാണ്. കൈ കൊണ്ടിടാം അല്ലേ, പക്ഷെ നഖം ഉള്ളതുകൊണ്ടാണ് പ്രശ്നം. എനിക്ക് കൈ കൊണ്ടിടാൻ പറ്റാത്തതിൻ്റെ കാര്യം അതാണ്. എനിക്ക് ശരിക്കും കൈ കൊണ്ട് ഐ ഷാഡോ അപ്ലൈ ചെയ്യുന്നതാണ് ഇഷ്ടം. ഓക്കെ, അപ്പോൾ ഞാൻ ഇത് ഇട്ടിട്ടുണ്ട്. ഞാൻ 2 ഷെയ്ഡോടെ മിക്സ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ഈ പാലറ്റിൽ നിന്ന് ഇതിൽ കുറേ ഷിമ്മർ ഷെയ്ഡ്സ് ഉണ്ട്. അതിലിപ്പോൾ ഒരു ഗോൾഡൻ, ഒത്തിരി ഗോൾഡൻ അല്ല, നല്ലൊരു റോസ് ഗോൾഡ് ടൈപ്പ് ഓഫ് ഒരു ഷിമ്മർ നമുക്ക് ജസ്റ്റ് ഇവിടെ മാത്രം ഒന്ന് ഇട്ട് കൊടുക്കാം, വളരെ ലൈറ്റായിട്ട്. സോ വളരെ ലൈറ്റായിട്ട് ആ ഷിമ്മറും ഇട്ടിട്ടുണ്ട്. ഇനി മൈ ഫേവറേറ്റ് പാർട്ട്, കണ്ണെഴുതാം. ഓക്കെ, ഞാൻ യൂസ് ചെയ്യുന്ന കാജൽ NYBയുടെ ദ ബിഗ് ആപ്പിൾ ഓഫ് മൈ ഐ കോൾ ആണ്. വലിയ അടിപ്പം നോക്കിയിട്ട് എഴുതിയിട്ട് വരാം. ഓക്കെ, ഞാനിപ്പോൾ കാജൽ എഴുതിയിട്ടുണ്ട്. ഞാൻ ടൈറ്റ് ലൈനിങ്ങും ചെയ്തിട്ടുണ്ട്. ഇനിയും ഐലൈനർ എഴുതാം. ഐലൈനർ ഞാൻ എസെൻസിൻ്റെ ഒരു വാട്ടർ പ്രൂഫ് ഐലൈനർ യൂസ് ചെയ്യും.
രണ്ട് സൈഡും എഴുതിയിട്ട് വാലിടാൻ തുടങ്ങാം. ഞാനെങ്കിൽ എപ്പോൾ വാലിട്ടാലും രണ്ട് രീതിക്കാണ് പോകുന്നത്. അതുകൊണ്ട് ഇന്നിനി എന്താണെന്ന് അറിയത്തില്ല. കുഴപ്പമില്ല അല്ലേ? ഇതുപോലെ തന്നെ ഇപ്പുറത്തേതും വരണം, അതാണ് ഒരു ഇഷ്യൂ. കുഴപ്പമില്ല, അഡ്ജസ്റ്റബിൾ. ഞാൻ അടിയിലും കൂടെ ഒന്ന് ഒരു വരയൊന്ന് വരച്ചു വിടാം. ഈ കാജൽ നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്, സ്മച്ച് പ്രൂഫാണ്. പക്ഷെ എന്നാലും ജസ്റ്റ് ഒരു പോപ്പിന് വേണ്ടിയിട്ട് ഞാൻ ഒന്ന് എഴുതുന്നുണ്ട്. ഓക്കെ, സോ കണ്ണ് എഴുതിയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യാനല്ലേ? ചെറുതായിട്ടൊന്ന് ബ്ലഷ് ഇടാം അല്ലേ? ഓക്കെ, സോ ഞാൻ ബ്ലഷ് ഇടുന്നത് ഈ ഒരു മേക്കപ്പ് ബോക്സിൽ ഉള്ള ഈ നടുക്കത്തെ ഷെയ്ഡാണ് കേട്ടോ. ഇനി ഇതിൽ നോക്കിയിടാൻ പറ്റത്തില്ല, പിന്നെ ഞാൻ വലിയ കണ്ണാടി നോക്കി പോയിട്ടിട്ട് വരാം. നെക്സ്റ്റ് നമുക്ക് ലിപ് ബാം ഇടാം. വാസ്ലിൻ്റെ നോർമൽ കളർലെസ് ലിപ് ബാം ഇടുന്നത്. കുറച്ച് സമയം ഇരിക്കട്ടെ. പിന്നെ ഞാൻ മേബലിൻ്റെ കൊലോസൽ ബിഗ് ഷോട്ട് എന്നുള്ള മസ്കാര ലൈറ്റായിട്ടൊന്ന് ഇടുന്നുണ്ട്. എല്ലായ്പ്പോഴും ഞാൻ പുറത്ത് പോകുന്ന സമയത്ത് മേക്കപ്പ് ഇട്ട് പുറത്ത് പോകുന്ന സമയത്ത് ഞാൻ മറക്കുന്ന ഒരു സാധനം മസ്കാരയാണ്. സ്വന്തം എൻഗേജ്മെൻറ്റ് മറക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് ഞാൻ കണ്ടപ്പോൾ തന്നെ എടുത്ത് കയ്യിൽ വെച്ചു. ഇപ്പോൾ മസ്കാര ഇട്ടു. നെക്സ്റ്റ് നമുക്ക് ലിപ് ലൈനർ ഇടാം. ഞാൻ മാഴ്സിൻ്റെ എഡ്ജ് ഓഫ് ഡിസയർ ലിപ് ലൈനർ റെഡ് ടീസ് എന്നുള്ള ഷെയ്ഡാണ്. അതിട്ട് കൊടുക്കാം. നല്ല റെഡാണ് കേട്ടോ അത്. ഇതിട്ട് കഴിഞ്ഞാൽ പിന്നെ ലിപ്സ്റ്റിക് ഒന്നും ഇടേണ്ട ആവശ്യമില്ല, അതുപോലെ റെഡാണ്. സോ ഞാൻ ലിപ്സ്റ്റിക്കാണ് നെക്സ്റ്റ് ഇടുന്നത്. ലിപ്സ്റ്റിക്ക് ഞാനിവിടെ 2 ഷെയ്ഡ് മിക്സ് ചെയ്തിടാന്നാണ് വിചാരിക്കുന്നത്. ഒന്ന് ഫേസസ് കാനഡയുടെ കംഫി മാറ്റ് ഇൻ ദ ഷെയ്ഡ് കൊക്കോ ക്രഷ്. ഇറ്റ്സ് കൊക്കോ ക്രഷ്. സോ യാ, ഇത് മേബലിൻ്റെ സെൻസേഷണൽ ലിക്വിഡ് മാറ്റ് ഇൻ ദ ഷെയ്ഡ് ന്യൂഡ് ഷോട്ട്. ഇപ്പം ഞാൻ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇടുന്നത്. നോക്ക്, നല്ല കിട്ടില്ല ഷെയ്ഡ് കിട്ടി ലിപ്സ്റ്റിക്കിൻ്റെ. ഞാൻ എടുത്ത് പൊട്ട് തൊടാം. പൊട്ട് ഞാൻ ദേ കോപ്പിപ്പൊട്ടാണ് തൊടുന്നത്, കുഞ്ഞ കോപ്പിപ്പൊട്ട്. ഞാൻ അമ്മയുടെ തൊട്ട് തരാൻ പറയില്ലെങ്കിൽ എൻ്റെ നഖം കൊണ്ട് പറ്റില്ല. അമ്മ പൊട്ട് തൊട്ടേക്കോ? നെക്സ്റ്റ് നമുക്ക് ഫൈനൽ ടച്ചായിട്ട് ഹൈലൈറ്റർ ഇടാം. ഞാൻ ഇവിടെ ഇൻസൈറ്റിൻ്റെ തന്നെ 5 ഷെയ്ഡ്സ് ഓഫ് ഷൈൻ ആണ് എടുത്തേക്കുന്നത്. ഇത് ഷെയ്ഡ് 1 ദുബായ് ബ്ലിങ് ആണ്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് റാൻഡമായിട്ട് ഇങ്ങനെ ഒന്ന് റബ്ബ് ചെയ്തിട്ട് ആക്കുന്നുണ്ട് കേട്ടോ. റാൻഡമായിട്ടാണ് എടുക്കുന്നത്. ഞാനിവിടെ ഇടുന്നുണ്ട്, മൂക്കയിൽ ഒരു ശകലം ഇടുന്നുണ്ട്, ഇട്ടിട്ട് വരാം. ഓക്കെ, സോ മുടി എങ്ങനെയാണ് കെട്ടേണ്ടതെന്നുള്ളത് ഫ്രണ്ടൊന്നും എങ്ങനെയാണെന്ന് തീരുമാനിച്ചിട്ടില്ല. ബണ്ണ് കെട്ടാനാണ് പ്ലാന്. കാരണം കോളറുള്ള ബ്ലൗസ് ആയതുകൊണ്ട് ബണ്ണ് ഇട്ട് വെച്ചാൽ നന്നാവും തോന്നുന്നു. അപ്പം ഞാനന്ന് ഉടക്കെല്ലാം കളഞ്ഞ് നമുക്ക് എടുക്കാം. ഞാൻ മൂക്കുത്തി ഇട്ടു കേട്ടോ. അതാണ് ഇടയ്ക്ക് ഒരു ചെറിയൊരു ക്രൈസിസിൽ വന്നു, മൂക്കുത്തി ഇടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഈ 2 നഖം ഇളക്കി മൂക്കുത്തി ഇട്ട് പിന്നെ ഇത് വീണ്ടും സ്റ്റിക്ക് ചെയ്തതാണ്. ഓക്കെ, ഞാൻ അങ്ങനെ മുടി കെട്ടിയിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ ഇതാണ് എൻ്റെ ഹെയർ സ്റ്റൈൽ. ഇതെന്നിട്ട് ഞാൻ കേൾ ചെയ്തിടും. അപ്പം നമുക്കിനി കമ്മലിടാം. പച്ചക്കേതിൻ്റെ പച്ച കമ്മൽ. ഫേക്ക് നെയിൽസ് വെച്ച് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ.
റിയൽ നെയിൽസ് ആകുമ്പോൾ ഒടിഞ്ഞു പോകത്തില്ല എന്നുള്ള ഒരു ഇതിലാണ്. ഞാൻ മാല വേറൊന്നും ഇടുന്നില്ല, കോളറുള്ളതായിട്ട് എൻ്റെ സ്ഥിരം മാല ഇത് മാത്രമേ ഇടുന്നു. സാരി എടുത്താലോ ഇനി? സെറ്റും കൊണ്ടും എടുക്കാം. അതിനുശേഷം നമുക്ക് വളയിടാം. അത് കഴിഞ്ഞാൽ നമ്മുടെ ലുക്ക് കംപ്ലീറ്റ് ആവും. പൂ വയ്ക്കണം, പൂവും കൂടെ വെച്ച് കഴിഞ്ഞാൽ ലുക്ക് കംപ്ലീറ്റ് ആവും. സോ യാ, സാരി ഉടുത്തു, വളയിട്ടു, പിന്നെ ഈ ഒരു വേസ്റ്റ് ചെയിൻ, ഹിപ്പ് ചെയിൻ ചെറുതായിട്ട് ഞാൻ കൊടുത്തു. അതൊന്ന് സാരി ഒതുങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട്. സെറ്റും മുണ്ടാണ് കേട്ടോ. ഇനിയും മുടി ഇവിടെ നിന്ന് കേൾ ചെയ്യണം, പൂ വയ്ക്കണം, അത്രേ ഉള്ളൂ. അപ്പം എൻ്റെ ഈ ലുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയണേ. എല്ലാവരും പറയണ ലുക്ക് ഇഷ്ടപ്പെട്ടോ, ഇനിയും എന്തെങ്കിലും ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ അതും പറയണം. ഓക്കെ, അപ്പം ഞാൻ പൂവും കൂടെ വെച്ചിട്ട് ഫൈനൽ ലുക്ക് കാണിക്കാം. സോ യാ, ദിസ് ഈസ് മൈ ഫൈനൽ ലുക്ക്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ടിൽ ദെൻ ബൈ.